അമ്മോ അമ്മോ ലണ്ടൻ അങ്കിള് വരുന്നു. ഒന്ന് വേവാ. ആ ഹലോ. ആ അങ്കിൾ. ആ സുഖാണ്. ലണ്ടനിൽ എല്ലാവർക്കും സുഖാണോ? ആ ആ ഓ ആ അമ്മയ്ക്കൊക്കെ സുഖാണ്. നമസ്കാരം. നമസ്കാരം നമസ്കാരം. വരൂ വരൂ വരൂ. ശരി. ശരി അങ്കിൾ. ഓക്കെ ബൈ. ഇത് പായസം. ചായയൊക്കെ പഴയ സ്റ്റൈലല്ലേ, അതുകൊണ്ടാ പായസം. മോഡേൺ ഫാമിലിയാണ്. മോശം വരില്ല. അമ്മോ ഇതിനു മുമ്പ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ മോൾ ആരും നോക്കത്തില്ല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നീയോ? ഏയ്, ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. കള്ളൻ. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. ആ ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കണമെങ്കിൽ ചെന്ന് സംസാരിച്ചോളൂ. പായസം കലക്കി. ഒരു ഗ്ലാസ് കൂടി ഉണ്ടാവോ കുടിക്കാൻ? പിന്നെന്താ? ഇനിയൊരു ഗ്ലാസും കൂടി തരട്ടെ? പിന്നെന്താ? പായസം ഗംഭീരായിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിയതാ? അല്ല, അമ്മ ഉണ്ടാക്കിയതാ. കുറച്ചുകൂടെ ഉണ്ടാവോ കുടിക്കാൻ? തീർന്നു. ഇരുന്നോളൂ.
ഇന്നു മുതൽ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങില്ലേ? പായസം, പാലിന് പകരം പായസോ? ഇവള് തരക്കേടില്ലല്ലോ. ഇവളുടെ സെൻസ് ഓഫ് ഹ്യൂമർ മോശമല്ല. ഇനി അമ്മുവിൻ്റെ കൂടെയുള്ള ജീവിതം പായസം പോലെ മധുരമായിരിക്കും. ബാക്കി വെച്ചില്ലേ? ഇല്ല. പായസം എന്ന് പറഞ്ഞ അത്ര ഇഷ്ട? അയ്യോ, കറണ്ട് പോയോ? കൊതുക്. വലയിടാം. കൊതു. എന്താ അമ്മു? ഉണ്ണിയേട്ടാ നോക്ക്, നമ്മുടെ ഫോട്ടോ. നന്നായിട്ടുണ്ട്. ഫ്രെയിം ചെയ്ത് വെക്കാം. വില കൂടും. ഉണ്ണിയേട്ടാ, വീണ്ടും പായസോ? ഇത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ? രാവിലെ തന്നെ ചായക്ക് പകരം പായസം. ഇവളുടെ തമാശ ഇച്ചിരി കൂടി പോകുന്നുണ്ട്. അല്ല, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നാവും. വേണ്ട, ആദ്യ ദിവസം തന്നെ ഗുണദോഷിക്കണ്ട. അമ്മേ, ഇയാൾ എന്തൊരു മനുഷ്യനാ. രാവിലെ ചായയുടെ പകരം പായസം കൊടുത്തപ്പോ അതും കുടിക്കണം. ഇനി എന്നും രാവിലെ പായസം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. നന്നായിട്ടുണ്ടോ? പിന്നെ നന്നായിട്ടുണ്ട്. നീ ഉണ്ടാക്കിയ മോശമാവോ? എത്ര വേണേലും കുടിക്കാം. പൊണ്ണൻ അന്നും പെണ്ണ് കാണാൻ വന്നപ്പോ ഒരു നാണമില്ലാണ്ട് 4 ഗ്ലാസ് പായസം കുടിച്ചു. രാവിലെ പല്ല് തേപ്പും കുളിയൊന്നുമില്ലേ? അതൊക്കെ വേണോ? കുടിക്കൂ, കുടിക്കുന്നേ. വീണ്ടും പായസം. ഈ പെണ്ണിനെന്താ വട്ടാണോ? ഇന്നലെ രാത്രി പായസം, നേരം വെളുത്തപ്പ പായസം, ഇപ്പതാ പായസം എടുത്ത് ഒറ്റ ഏറ് വെച്ചു കൊടുക്കാനാ തോന്നുന്നു. പിന്നെ പുത്തിരിയിൽ കല്ലടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇങ്ങനെ പോയാൽ കടിക്കേണ്ടി വരും. കുടിക്കൂ. എനിക്ക് വയ്യ. അമ്മോ, അമ്മോ. ഇന്ന് ലീവ് എടുത്തൂടെ? തൊട്ടപ്പുറത്തല്ലേ ഓഫീസ്. ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാം. വീട് പൂട്ടിയിട്ടൊന്ന് വെളിയിൽ പോട്ടെ. എന്തിനാ? അത് അണ്ടിപ്പരിപ്പ് മുന്തിരി പായസത്തിന് രസായിരിക്കില്ലേ? ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഓ, ബൈ. വീണ്ടും പായസം. എന്നെ കൊല്ലും. എന്താ അമ്മ ഉണ്ണിയേട്ടൻ ഇങ്ങനെ?
ഇന്നലെ രാത്രി പായസം, വെളുപ്പിന് പായസം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും പായസം പായസം പായസം. അമ്മ പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ? എന്തായാലും മോളെ, ബ്രാൻഡി വിസ്കിയൊന്നും അല്ലല്ലോ, പായസമില്ലേ, അത് തന്നെ ഭാഗ്യം. ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുത്താ ഭർത്താവിന് സ്നേഹം കൂടും. അമ്മ പറഞ്ഞത് ശരിയാ. എനിക്ക് ഉണ്ണിയേട്ടനെ ഇനിയും കുറേ സ്നേഹിക്കണം. ഞാൻ ഇനിയും കുറേ പായസം ഉണ്ടാക്കി കൊടുക്കും. അണ്ടിപ്പരിപ്പേ, മുന്തിരി, അമ്മു. ചോറ് വിളമ്പട്ടെ? ഊണിനെന്തൊക്കെയാ ഉള്ളത്? പുളിശ്ശേരി, സാമ്പാർ, അവിയൽ, രസം, പരിപ്പ് കൂട്ടാൻ, വഴുതനങ്ങ ഉപ്പേരി. പിന്നെ പായസം ഉണ്ടാക്കിയോ? ആ ഉണ്ടല്ലോ, എടുക്കട്ടെ? എനിക്കിപ്പോ വിശക്കണില്ല. എന്നാ കുറച്ച് പായസം കുടിച്ചോളൂ. ഉച്ചയ്ക്ക് വരണ്ടായിരുന്നു. ഇവൾക്ക് ഭർത്താവിനെ കൊണ്ട് പായസം കുടിപ്പിക്കുന്ന ഭ്രാന്തുണ്ട്. വിശക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ പായസം തരാന്നു. ഉണ്ണിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാവു, സമാധാനായി. ഏത് നേരത്തും ഇങ്ങനെ പായസം കുടിക്കരുതെന്നാവും. പായസം കുടി എനിക്കൊരു ശീലമാണെന്നും ഇങ്ങനെ കുടിച്ചാൽ അസുഖം വരുമെന്നും കരുതി അവള് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിത് അവസാനിപ്പിച്ചു എന്നവൾ മനസ്സിലാക്കിയാൽ അനുസരണശീലമുള്ള ഭർത്താവ് എന്ന നിലയിൽ അവൾ എന്നെ കൂടുതൽ സ്നേഹം കൊണ്ട് പൊതിയും. മടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല, പറയന്നെ. എന്റെ ഭാഗത്തും ഉണ്ട് തെറ്റ്. എല്ലാം അമ്മ പറഞ്ഞിട്ടാ. കൂടെ കഴിയേണ്ട ആളല്ലേ, ബുദ്ധിപൂർവ്വം ചികിത്സിക്കണം. എന്താ പറയാനുള്ളത്? മുഴുവനും കുടിക്കരുത്. ഇന്നലെ രാത്രി തരുമെന്ന് കരുതി ഒരു തുള്ളി ബാക്കി വെച്ചില്ല.
അമ്മോച്ചി ഡാ ഏ ഇങ്ങ വന്നേ. എന്താ അത്? പായസം അമ്മ തന്നു വിട്ടതാ. പായസോ? പിന്നെയും പായസോ? ഇതെങ്ങനെയെങ്കിലും തട്ടിക്കളയണം. ഡാ ഇങ്ങ വന്നേ. അതിങ്ങ വന്നേ. ഇങ്ങ് തരാൻ. അമ്മോച്ചി മിണ്ടി പോരുത്. അമ്മോച്ചി ഞാൻ ഉണ്ടല്ലോ. എന്താ എന്താ ഇത്? അല്ല പായസം പായസം കുടിക്കാൻ ഇത്ര ധൃതിയോ? ഇവിടെ തരൂ, ഞാൻ ഇല്ല, എടുത്തു തരാം. വേണ്ട, കുഴപ്പമില്ല. അല്ല ഞാൻ തരാന്ന്. ഇല്ല, ഞാൻ വേണ്ട. ചെയ്യാം. ഇല്ല, അത് സാരില്ല, ഉണ്ണിയേട്ടൻ വിഷമിക്കണ്ട. ഞാൻ വേറെ പായസം ഉണ്ടാക്കി തരാട്ടോ. അല്ല, ഇവളെ ഞാൻ ഇന്ന് കൊല്ലും. ഇല്ലെങ്കിൽ ഇവളെ എന്നെ കൊല്ലും പായസം കുടിപ്പിച്ച്. ഇവളുടെ കുടുംബം ഒന്നടങ്കം ഭ്രാന്താ. ഡാ ഇങ്ങ വന്നേ. അയ്യോ പായസ കൊതുക്. അമ്മു ചേച്ചി എന്തായി? എന്താടാ കുട്ടി കരയണേ? അളിയൻ എന്നെ അടിച്ചു, എന്നിട്ട് പായസ കൊതുന്ന് പറഞ്ഞു. അത് പായസ കൊതു അല്ല, പായസ കൊതിന്നായിരിക്കും പറഞ്ഞത്. മോൻ കരയണ്ട, മോ പോയിക്കോ. പോടാ. കൊതുക് കൊതുക്. അതാ ഞാൻ. ഹേയ് അമ്മു, അവിടെ നിൽക്കാൻ. നാണമില്ലല്ലോ. പ്രിയപ്പെട്ട അമ്മുവിന് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ നീ ചായയ്ക്ക് പകരം പായസം തന്നു. ഒരു തമാശയ്ക്ക് ഞാനത് വീണ്ടും വീണ്ടും കുടിച്ചു. പിന്നെ ആദ്യ രാത്രിയിലെ പായസം, അതും എനിക്കിഷ്ടായി. അതിൻ്റെ ഇളം ചൂട്, മധുരം, നിറം, മണം. എന്നാൽ പിറ്റേ ദിവസം ചായയ്ക്ക് പകരമുള്ള പായസം ഉണ്ടല്ലോ, അതിത്തിരി കടന്ന കൈയായിപ്പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള പായസം, ഉച്ചയൂണിൻ്റെ കൂടെയുള്ള പായസം, പിന്നെ നിന്റെ അമ്മയുടെ പായസം കൂടെ ആയപ്പോൾ ഞാൻ ആകെ മടുത്തു. ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ആത്മകഥകൾ കൊണ്ട് വീർപ്പ് മുട്ടുകയായിരുന്നു. ഇനി അത് വേണ്ട. അല്ല, ഓണത്തിനും വിഷുവിനും പിറന്നാളുകൾക്കും മതി പായസം. ആത്മകഥകളും വേണ്ട, ഒക്കെ തുറന്നു പറയണം. പിന്നെ ഇന്നേ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി 5 നേരവും പായസം ആയിക്കോട്ടെ എല്ലാ വർഷവും എന്ന് സ്വന്തം ഉണ്ണിയേട്ടൻ. വേണ്ട വേണ്ട, ഇനി ആത്മഹത്യം വേണ്ട. എന്നിട്ട് അവസാനം എന്തായി? സാർ, ഈ പടത്തിന് 2 എൻഡിംഗ് ആണ് ആലോചിച്ചിരിക്കുന്നത്. 2 ക്ലൈമാക്സ്. ഒന്ന് വളരെ ഹാപ്പി എൻഡിംഗ് ആണ്, കോമിക്കലായിട്ട്. രണ്ടാമത്തെ ട്രാജഡി. നമുക്ക് ട്രാജഡി മതി, ട്രാജഡി മതി. കോമഡി കോമഡി മതി. പറയൂ. ഓക്കെ, കോമഡി ഇതാണ്. ആ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ, ഇതാണോ കോമഡി? അപ്പൊ ട്രാജഡി? ഉണ്ണിയേട്ടാ,
ഇതാണ് സർ ട്രാജഡി. അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു.